നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ ഇനിയും ധാരാളം സമയമുണ്ട്. സോ ദാറ്റ് നമ്മളുടെ വാച്ച് ലിസ്റ്റിൽ ഒരു 10 സ്റ്റോക്ക് നിലവിലുണ്ട്. അതിൽ ഓരോന്നിലും നമ്മൾ ഓരോ ഓർഡർ ബ്ലോക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് നിങ്ങളോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് കരുതി. അപ്പോഴത്തേക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇന്നിതൊരു ലൈവ് ട്രേഡിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുവാണ്. കഴിഞ്ഞ ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം, ഇതൊരു ഓർഡർ ബ്ലോക്ക് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിനുള്ളിലാണ്. അത് മുകളിലേക്ക് മൂവ് ചെയ്ത് അതിന് മുകളിലുള്ള ഓർഡർ ബ്ലോക്കിന് തൊട്ടടുത്ത് വരെ ചെന്നിട്ടാണ് റിജക്റ്റ് ചെയ്ത് താഴത്തേക്ക് വരുന്നത്. ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഫസ്റ്റ് ക്യാൻഡിൽ പലപ്പോഴും ഏറ്റവും കൂടുതൽ വോളിയം വരുന്ന ഒരു ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ ആ ക്യാൻഡിലുകളെ സംബന്ധിച്ചിടത്തോളം ഒരുമാതിരിപ്പെട്ട റിജക്ഷൻസ് ഒക്കെ ബ്രേക്ക് ചെയ്യപ്പെടാനായിട്ട് സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇവിടെ അത് സ്റ്റാർട്ട് ചെയ്തു എന്നതുകൊണ്ട് തന്നെ അത് ഈ ഓർഡർ ബ്ലോക്കിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി തിരികെ താഴത്തേക്ക് വന്ന് താഴത്തെ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തു. നമ്മൾ ഇന്നലെ എൻട്രി എടുത്തത് താഴത്തുനിന്ന് മുകളിലേക്കായിരുന്നു. അത് കൃത്യമായി നമുക്ക് ടാർഗറ്റ് തരുമായിരുന്നു. എന്നിരുന്നാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസും കൂടെ ഹിറ്റ് ചെയ്തിട്ടാണത് പോയത് എന്നതുകൊണ്ട് നമുക്ക് ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമുക്കവിടെ ടാർഗറ്റ് കിട്ടിയിരുന്നില്ല. പക്ഷേ അത് ഇവിടുന്ന് എൻട്രി എടുക്കുന്ന ഒരാൾക്കും 1.8% മൂവ് മുകളിലേക്ക് തന്നിരുന്നു. 1% ആണെങ്കിൽ 1:2 നമുക്ക് കിട്ടുമായിരുന്നു. ഓക്കെ, ഇനി ഇന്നത്തെ മാർക്കറ്റിലെ ഓർഡർ ബ്ലോക്കുകൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്ന ഇതാണ്. ഇന്നലെ നല്ലൊരു ഡൗൺവേർഡ് പുഷ് തന്ന ഏരിയ ആണ് ഇത്. ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. പ്ലസ് താഴത്ത് ഒരു ഓർഡർ ബ്ലോക്ക്, അത് നമ്മൾ ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് മാർക്ക് ചെയ്തേക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ടിനും നടുക്ക് എവിടെയെങ്കിലും ഇന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എവിടെന്നെങ്കിലും ആദ്യം എവിടെ പോയാണ് ഹിറ്റ് ചെയ്യുന്നത് അവിടുന്ന് ഒരു റിവേഴ്സൽ ട്രേഡാണ് നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ മാർക്കറ്റിൻ്റെ സാഹചര്യങ്ങളനുസരിച്ച് അപ്പോൾ ചിലപ്പോൾ ഇമ്പൾസീവായിട്ട് നമ്മൾ തീരുമാനം മാറ്റേണ്ടി വന്നാൽ മാറ്റും. ഇനിയുള്ളത് BPCL. BPCL നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ നല്ലൊരു ഡൗൺവേർഡ് മൂവാണ് അതും തന്നിരുന്നത്. ഒപ്പം തന്നെ ഇവിടെ താഴത്തൊരു ഓർഡർ ബ്ലോക്ക് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ ഇത് ഇന്നലത്തെ ക്ലോസിങ്ങിനോട് വളരെ ക്ലോസ് ആയിട്ടാണ്. സോ ദാറ്റ് ഇതിവിടെ എത്ര കണ്ട് ഫസ്റ്റ് ക്യാൻഡലിൽ സസ്റ്റെയിൻ ചെയ്യും എന്ന് നമുക്ക് അറിയത്തില്ല. എനിവേ നമ്മളത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഓർഡർ ബ്ലോക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നിട്ട് മാർക്കറ്റ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് പോകുമ്പോൾ മാത്രമേ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റത്തുള്ളൂ. അതർവൈസ് ഒരു ഗ്യാപ്പ് അപ്പ് തന്നതിന് ശേഷം മുകളിൽ പോയി ഹിറ്റ് ചെയ്തിട്ട് വീണ്ടും താഴത്തേക്കൊരു ഡൗൺവേർഡ് ട്രെൻഡ് വരണം. അതിനുള്ള സാധ്യത എത്രയുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. മാർക്കറ്റാണ്, മാർക്കറ്റിൽ എന്ത് സംഭവിക്കാവുന്നതാണ്. ഒപ്പം ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബിഗ് മൂവ് ഇവിടെ തന്നിട്ടുണ്ടല്ലോ, അതിനെ വെച്ചിട്ടാണ് നമ്മളവിടെ ആ ഒരു ഓർഡർ ബ്ലോക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോയിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് റീടെസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നീട് എപ്പോഴൊക്കെ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ടോ അപ്പോഴൊക്കെ നല്ല ഹ്യൂജ് റിജക്ഷനാണ് അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത്. സോ ദാറ്റ് ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഈ ഒരു ഭാരത് BPCL നമുക്ക് ഇതിനകത്തൊരു കൺഫ്യൂഷൻ ആക്ച്വലി ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. വിപ്രോയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോയിന്റിൽ ഇന്നലെ മാർക്കറ്റ് നല്ല രീതിയിൽ താഴത്തേക്ക് ഫോൾ ചെയ്തു, തിരിച്ചിവിടെ വന്നു. ഇവിടുന്ന് വലിയൊരു ഡൗൺഫോളാണ് കൊടുത്തേക്കുന്നത് വിത്ത് ഹ്യൂജ് വോളിയം അവിടെ കാണുന്നുണ്ട്. സോ ദാറ്റ് നമുക്ക് ഈ ഒരു പോയിൻ്റ് ഒരു റിജക്ഷൻ പോയിൻ്റായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊരു ഓർഡർ ബ്ലോക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഗ്രീൻ ക്യാൻഡിലാണ് അവിടെ നിങ്ങൾ കാണുന്നത്. അതിനകത്ത് 247K വോളിയം കാണിക്കുന്നുണ്ട്. എങ്കിലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന വേറൊരു രീതിയിലാണ്. ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ബയേഴ്സ് അല്ല കൂടുതൽ ചെയ്തിട്ടുള്ളത്, മറിച്ച് കൂടുതൽ വോളിയം സെല്ലിംഗ് ആണ് നടന്നിട്ടുള്ളത്. അത് ഈ കളർ കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഓർഡർ ഫ്ലോ ചാർട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ആക്ച്വലി ബയ്യിങ് അല്ല നടന്നിട്ടുള്ള ഹ്യൂജ് സെല്ലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ താഴത്തേക്ക് ഇവിടെ വന്നിട്ട് നല്ലൊരു പുഷ് മുകളിലേക്ക് തന്നു. ഈ ഒരു ഏരിയയും നമ്മൾ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. NTPCയും അതുപോലെ തന്നെ നമ്മൾ 2 ഓർഡർ ബ്ലോക്കുകൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഇന്നലെ ഇവിടെ നിന്നാണ് നല്ലൊരു ഫോള് തന്നിരുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഏരിയ ഒരു റീടെസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഏരിയ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതൊരു ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് നമ്മൾ എടുത്തതാവാനാണ് സാധ്യത. അത് പക്ഷേ കുറച്ചധികം പിന്നിലേക്ക് പോയാലേ നമുക്ക് കാണാനും പറ്റത്തുള്ളൂ. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ഒരു റീടെസ്റ്റും ഇങ്ങോട്ടേക്ക് തന്നിട്ടുണ്ട്. അതിനുശേഷം നല്ലൊരു
ഡൗൺഫോളും ലാസ്റ്റ് മൊമെൻറ്റിലാണെങ്കിൽ പോലും സംഭവിച്ചു. സോ ദാറ്റ് ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് വർക്ക് ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉള്ള മാർക്കറ്റാണ് ഇന്നത്തെ ദിവസം കേട്ടോ. മറ്റു പല ദിവസങ്ങളെ അപേക്ഷിച്ച് ഇവിടെയൊക്കെ കുറച്ച് കൺഫ്യൂഷൻ നമുക്കുണ്ട്. നമുക്ക് നോക്കാം എന്താണ് മാർക്കറ്റ് കാണിച്ചു തരുന്നത്. നമ്മളും ഓരോ ദിവസവും കാര്യങ്ങൾ പുതുതായി കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിനുള്ള കാരണം ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് പോയിട്ട് 3-4 ക്യാൻഡിൽ ശേഷം ഒരു റീടെസ്റ്റ് വന്നു, അപ്പോഴും അവിടെ ഒരു റിജക്ഷൻ എടുത്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെയും നല്ലൊരു ബൈയിങ് സൈഡ് ഇവിടെ കാണിക്കുന്നു. വിത്ത് ഹ്യൂജ് വോളിയം ആയിരിക്കാം, പക്ഷേ അതിവിടെ സെല്ലിങ് നന്നായിട്ട് നടന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ദാറ്റ് മാർക്കറ്റ് പിന്നെ ഫോൾ ചെയ്തേക്കുവാണ്. അപ്പോൾ ഈ ഒരു 2 ഏരിയ ആണ് നമ്മൾ ഓർഡർ ബ്ലോക്കായിട്ട് അതിൽ കണ്ടേക്കുന്നത്. ഇനി ടാറ്റ മോട്ടേഴ്സിൻ്റെ ഡൗൺ സൈഡ് കുറച്ച് അകലത്തിൽ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, അപ്പ് സൈഡിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക്. അത് ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതിന്ന് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല, നമുക്കത് നോക്കാം. പിന്നെ SBI ലൈഫ്, അത് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ചിട്ടാണ് നമ്മളിവിടെ മുകളിലത്തെ ഓർഡർ ബ്ലോക്ക് കണ്ടെത്തിയിരിക്കുന്നത്. താഴത്തെ ഓർഡർ ബ്ലോക്ക് കൃത്യമാണ്. ഓക്കെ. ഭാരതി എയർടെൽ, മുകളിലത്തെ ഓർഡർ ബ്ലോക്ക് ഈ ഒരു റീടെസ്റ്റ് വന്നതുകൊണ്ടും പിന്നീട് അങ്ങോട്ട് വന്നപ്പോഴൊക്കെ റിജക്ഷൻ വന്നതുകൊണ്ടിട്ടുമാണ് നമ്മളിതൊരു ഓർഡർ ബ്ലോക്കായി കൺസിഡർ ചെയ്തിരിക്കുന്നത്. താഴത്തെ ഓർഡർ ബ്ലോക്ക് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്നുള്ളതാണ്, അത് കൃത്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് നിങ്ങൾ കാണുന്നുണ്ടാകും. ഇവിടുന്ന് ഒരു ഓർഡർ ബ്ലോക്കായിട്ട് ഇത് മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നത് നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ അറിയാൻ പറ്റത്തുള്ളൂ. അവിടെ റിജക്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. അങ്ങനെ ഇത്രയും സ്റ്റോക്കുകളാണ് നമ്മളുടെ വാച്ച് ലിസ്റ്റിൽ ഇപ്പോഴുള്ളത്. നമ്മൾ ട്രേഡ് ചെയ്യാൻ സാധ്യതയുള്ളത് തുടക്കത്തിൽ കാണിച്ച വിപ്രോ, NTPC വരെയുള്ള ഒരു 3-4 സ്റ്റോക്കുകളിലായിരിക്കും നമ്മളിന്ന് എൻട്രി എടുക്കാൻ സാധ്യതയുള്ളത്. മോസ്റ്റ് പ്രോബബ്ലി അത് ONGC ആകാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്ന് നമ്മൾ ഫസ്റ്റ് ക്യാൻഡിലിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ഇവിടെ വന്ന് ടച്ച് ചെയ്യുമ്പോൾ ഓർഡർ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു 9:30 ഉള്ളിലായിട്ട് എൻട്രി എടുക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം എന്ന് കരുതുകയാണ്. അതും എസ്പെഷ്യലി ഡൗൺ സൈഡ് ഫോള് വരുമ്പോൾ ഇവിടുന്ന് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയയിൽ നിന്ന് എവിടുന്നെങ്കിലും നമുക്കൊരു നല്ല ഡൗൺ സൈഡ് മൂവ് കിട്ടുക എന്നുള്ളതാണ് നമുക്കിന്ന് നോക്കേണ്ടത്. എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ ഇനി സമയമുണ്ട്. അപ്പോൾ പ്രീ മാർക്കറ്റിൻ്റെ ഡാറ്റ വന്നതിന് ശേഷം നമുക്ക് വീണ്ടും വരാം. ഓക്കെ. അങ്ങനെ നമ്മുടെ പ്രീ ഓപ്പൺ ഡാറ്റ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഇന്നലെ ക്ലോസിങ്ങിന് കുറച്ചധികം മുകളിലേക്ക് കയറിയിട്ട് ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് വെച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ കരുതുന്നത് മേ ബി ഇവിടെ വന്ന് ഹിറ്റ് ചെയ്താൽ, ഈ താഴത്തെ സപ്പോർട്ട് ലെവലിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സപ്പോർട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ നിഫ്റ്റി തിരിച്ച് മുകളിലേക്കൊരു മൂവ് നടത്തിയേക്കാം. അതല്ല ഇവിടുന്ന് സ്ട്രെയിറ്റ് അവേ മുകളിലേക്ക് തന്നെ മൂവ് ചെയ്താൽ ഈ ഒരു റെസിസ്റ്റൻസിൽ ഹിറ്റ് ചെയ്ത് താഴത്തേക്ക് പോരാം. ഈ ഒരു സാധ്യതയാണ് നമുക്ക് തോന്നുന്നത്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ നമ്മൾ കരുതി വെച്ചേച്ച സ്റ്റോക്കുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അതും ഈ പറയുന്ന പോലെ ഒരു ഗ്യാപ്പ് അപ്പാണ് വെച്ചേക്കുന്നത്. പക്ഷേ ഇതൊരു നല്ല ഡൗൺ ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. സോ ദാറ്റ് നമ്മൾ അതൊരു മേളിലത്തെ ഓർഡർ ബ്ലോക്ക് ഹിറ്റ് ചെയ്ത് താഴത്തേക്ക് റിവേഴ്സ് ആകുമ്പോൾ എൻട്രി എടുക്കുന്നതാണ് ബെസ്റ്റ് എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ 257, 52 ആ റേഞ്ചിലാണ് മാർക്കറ്റ് ഇന്ന് ഓപ്പണിംഗ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് മുകളിലത്തെ ഓർഡർ ബ്ലോക്കിലേക്ക് നമുക്കുള്ള ചേഞ്ച് എന്ന് പറയുന്ന 0.77 ആണ്. സോ അതൊരു നല്ല പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം എന്ന് കരുതുകയാണ്. എനിവേ അത് നോക്കിയിട്ട് ഉചിതമായ രീതിയിൽ നമുക്ക് ചെയ്യാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ വെയിറ്റ് ചെയ്ത് ഓർഡർ എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. മാർക്കറ്റ് ഏതെങ്കിലും ഒരു എൻഡിൽ വന്നതിന് ശേഷം മാത്രം നമ്മൾ എൻട്രി എടുത്താലും മതി. ഇനിയിപ്പോൾ മാർക്കറ്റ് എന്തായാലും ഓപ്പൺ ആകാൻ 1 മിനിറ്റോളം സമയം അവശേഷിക്കുന്നുണ്ട്. ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് നോക്കാം. അങ്ങനെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. മാർക്കറ്റ് മുകളിലേക്കൂടെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ താഴത്തേക്ക് തിരിച്ചത് പുഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓർഡർ അഡ്വാൻസ് ഇട്ട് വയ്ക്കാം. നമ്മൾ അഡ്വാൻസ് സെൽ ഓർഡർ ഇട്ട് വയ്ക്കാൻ പോവുകയാണ്. നമ്മളൊരു 85 ക്വാണ്ടിറ്റി ഇടുന്നുള്ളൂ. അവിടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ നല്ലൊരു ലിക്വിഡിറ്റി മാർക്കറ്റിന് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് അവിടെ ഇട്ട് വച്ചേക്കുന്നത്. നമുക്കിനി നമ്മളുടെ ഡോമും കൂടെ ഒന്ന് നോക്കിയേക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ഇട്ടേക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് 260.85 ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 260.85 ഓർഡർ ഒന്നുമില്ല. 4,29,000, 4,34,000 രണ്ട് സൈഡും.
അപ്പോൾ താഴത്തേക്ക് മാർക്കറ്റ് വലിക്കാനുള്ള സാധ്യത ഇവിടെ നോക്കിയിട്ട് നമുക്കിപ്പോൾ കാണുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് എന്തായാലും അങ്ങോട്ടേക്ക് വരണം. ഇനി അങ്ങോട്ടേക്ക് മാർക്കറ്റ് എത്തുന്നില്ല എങ്കിൽ നമ്മൾ മാർക്കറ്റ് ഓർഡർ ആയിട്ട് അവിടെ നിന്ന് കൺവേർട്ട് ചെയ്തിട്ട് കൊടുക്കേണ്ടി വരും. അത് നമുക്ക് ആ സമയത്തിനനുസരിച്ച് ചെയ്യാം. അവിടെ ഇപ്പോൾ എന്തായാലും ഹിറ്റ് ചെയ്തിട്ടുണ്ട്, അത് നല്ലൊരു പ്ലേസും ആയിരുന്നു. സോ ദാറ്റ് നമുക്ക് അത് അങ്ങോട്ട് വെച്ചതിന് ശേഷം ഇവിടെ മാർക്കറ്റും ക്ലിക്ക് ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാമെന്ന് കരുതിയാൽ അതങ്ങനെ ആവുന്നില്ല. 258.74 നമ്മൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അങ്ങോട്ട് വീണ്ടും എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. നമുക്ക് മോഡിഫൈ ഇട്ടാൽ ഇപ്പോൾ അവിടെ ഓർഡർ കിട്ടും. ഡോമിൽ എന്താ കാണിക്കുന്നതെന്ന് നോക്കട്ടെ. വലിയ ഓർഡർ കിടക്കുന്നത് ഇനിയുള്ളത് 259.14 എന്തായാലും അങ്ങോട്ടേക്ക് നമുക്ക് പുതുക്കാമെന്ന് തോന്നുന്നു. നമ്മളത് മോഡിഫൈ ചെയ്തത് എന്തുകൊണ്ടോ ശരിയായില്ല. ഇപ്പോൾ തന്നെ നമുക്ക് ഓർഡർ കിട്ടിയേനെ, പക്ഷേ കുറച്ചും കൂടെ കയറ്റി നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ വെച്ചേക്കുന്നത് 260-ലാണ്. ഇവിടെ ഡോമിലൊന്നും തന്നെ കാണിക്കുന്നില്ല. 259 എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഹൈ വരുന്നത് 259.60-ലാണ്. സോ ദാറ്റ് ഇവിടുന്ന് മാർക്കറ്റ് നമ്മുടെ ഇതിലേക്ക് എത്താനായിട്ട് 40 പൈസയുടെ വ്യത്യാസമാണ്. $259.60 ഇന്നത്തെ ഹൈ. ഇങ്ങോട്ട് മാർക്കറ്റ് വരുന്നതായിട്ട് അങ്ങനെ കാണിക്കുന്നില്ല. സോ നമ്മൾ ഹൈയിൽ നിന്ന് 0.5% നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓർഡർ ബ്ലോക്കിന് അപ്പുറത്ത് വരികയാണ്. എന്തായാലും അത് അവിടെ കിടക്കട്ടെ. നമുക്ക് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മുടെ ഓർഡറിൻ്റെ തൊട്ടടുത്തേക്ക് വരുന്നു എന്ന് തോന്നുന്നു. നിഫ്റ്റി 50 ഇവിടെ ഈ ഒരു ഹ്യൂജ് ഡൗൺ വന്ന ക്യാൻഡിൽ ഒരു റെസിസ്റ്റൻസ് നേരിടുന്ന കാഴ്ചയാണ് കാണുന്നത്. ONGCയിൽ നമുക്കവിടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് നമുക്കിനി സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതുണ്ട്. നമുക്ക് കിട്ടിയേക്കുന്നത് 259.80 എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. 259.80 259.80 നമ്മൾ സെല്ലാണ് ചെയ്തേക്കുന്നത്. സോ ദാറ്റ് സെല്ലിൻ സൈഡിലേക്കുള്ള സ്റ്റോപ്പ് ലോസ് 261.10 ആണ്. 261.10.
അപ്പോൾ 261.10 നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് ഫസ്റ്റ് വയ്ക്കുവാണ്. നമ്മളിപ്പോൾ സെല്ലാണ് ചെയ്തേക്കുന്നത്. ഇനി സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡറാണ് നമുക്ക് വേണ്ടത്. 85 ക്വാണ്ടിറ്റിയാണ് നമ്മൾ വെച്ചേക്കുന്നത്. 85 ക്വാണ്ടിറ്റി സ്റ്റോപ്പ് ലോസ് സെല്ല്. ഓക്കെ, അപ്പോൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ടാർഗറ്റ്. നെക്സ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് വരുന്നത് അറ്റ്ലീസ്റ്റ് ഇന്നലത്തെ പ്രീവിയസ് ഡേ ക്ലോസിംഗ് വരെ നമുക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ നോക്കിയാൽ 1:3 ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 255.90 സെല്ലിംഗ് സൈഡിലേക്ക് 1:3 255.90. ഓക്കെ, അത് നമ്മൾ തൽക്കാലം ടാർഗറ്റ് ചെയ്യുവാണ്. പിന്നീട് മാറ്റേണ്ടി വന്നാൽ നമുക്കത് മാറ്റാം. അപ്പോൾ നമ്മൾ സെല്ലാണ് ചെയ്തേക്കുന്നതിന് ബൈ ഓർഡർ ഇടണം. അത് 85 ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ 1:3 നമ്മൾ ബൈ ഓർഡറും വെച്ചു, സ്റ്റോപ്പ് സെല്ലും വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് 1:1ഉം 2ഉം ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി വയ്ക്കാം. 1:1 വരുന്നത് 258.50 258.50. അപ്പോൾ 258.50 നമ്മുടെ 1:1 ഇതാണ്. ഇനി 1:2ഉം കൂടെ ഒന്ന് അടയാളപ്പെടുത്തിയാൽ നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞു. 257.20. ും 1:2ഉം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ 1:3 ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് കാണിച്ചേക്കുന്നത് ഇവിടെയാണ്. സോ ദാറ്റ് നമുക്ക് ഈ ഒരു ഏരിയ വരെ, അതായത് 255-35 വരെ നമുക്ക് മാർക്കറ്റിനെത്താൻ സാധ്യതയുള്ളൊരു ഏരിയ തന്നെയാണ്. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് കുറച്ചധികം സമയത്തേക്ക്. നമുക്കൊന്ന് നോക്കാം. അങ്ങനെ മാർക്കറ്റ് ഏകദേശം നിഫ്റ്റി 50 അതിൻ്റെ ഡേ ലോ ബ്രേക്കിങ്ങിന് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അതൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ സ്റ്റോക്ക് വരുമ്പോൾ അത് കണ്ടിന്യൂസ് ഡൗൺ സൈഡ് പോരുകയാണ്. ഓർഡർ ബ്ലോക്ക് ഹിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ മുകളിലേക്ക് പോയിട്ടില്ല എന്ന് തന്നെ പറയാം. താഴത്തേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ്. 1:2 നമുക്ക് ഏകദേശം ഡേ ലോയുടെ അടുത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ 27-20ഓളം ആണ് നമ്മളുടെ 1:2 വരുന്നത്. നമ്മൾ ഡോമിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 8 ലക്ഷമാണ് ബൈയിങ് സൈഡ് ടോട്ടൽ വോളിയം. 7 ലക്ഷം 8 ലക്ഷം റേഞ്ചിലാണ് കാണിക്കുന്നത്. സെല്ലിംഗ് സൈഡ് ടോട്ടൽ വോളിയം വരുന്നത് 10 ലാഖാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് 10 ലാഖിന് മുകളിലേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ നല്ലൊരു ഫോള് പ്രൈസിൽ കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ സെല്ലേഴ്സാണ് കൂടുതൽ നിൽക്കുന്നത്. ബയേഴ്സ് അവിടെ കൂടുതൽ വരേണ്ടതാണ് നമ്മളുടെ ആവശ്യകത. അങ്ങനെ വന്നാൽ നമുക്കത് ഒത്തിരി അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ കൂടുതൽ വോളിയം കാണാൻ പറ്റുന്നത് 258-50 ആ റേഞ്ചിലാണ് നമ്മുടെ സെല്ലിംഗ് സൈഡിലെ വോളിയം കാണുന്നതെങ്കിൽ ബൈയിങ് സൈഡ് 228 ആ റേഞ്ചിൽ ഹ്യൂജ് വോളിയം കാണിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എനിവേ നമ്മൾ 1:1 അച്ചീവ് ചെയ്ത് ഓൾറെഡി നിൽക്കുവാണ്. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രീവിയസ് ഡേ ഈ ഒരു വലിയ റെഡ് ക്യാൻഡിൽ താഴത്തേക്കൊന്ന് വെച്ചതിന് ശേഷം പിന്നീട് ഹൈ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, അതായത് പിന്നീട് തിരിച്ചു വന്നപ്പോഴൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് മുകളിലേക്ക് മാർക്കറ്റ് കയറുന്നില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്തിരുന്നു മാർക്കറ്റിന് ഇന്നലത്തെ ദിവസം. അപ്പോൾ ഇന്നാണെങ്കിലും അവിടെ വന്ന് കണ്ടിന്യൂസ് ആയിട്ട് 2-3 ക്യാൻഡിലൊന്ന് അടങ്ങി. അതിനുശേഷം ഇപ്പോൾ ആ ഏരിയ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തേക്ക് പോയിരിക്കുന്നു. ഇനി തിരിച്ച് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മാർക്കറ്റ് 257.90 ഫോളോ ചെയ്യുന്നു. ഓക്കെ, സംഭവം കുറച്ച് നമുക്ക് അനുകൂലമായി മാറുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 1:2 ടച്ച് ചെയ്യുമ്പോൾ തൊട്ട് നമുക്ക് ട്രയലിംഗ് ആരംഭിക്കാം എന്ന് കരുതുന്നു. മിനിമം ഒരു 1:1
ട്രയൽ ചെയ്തുകൊണ്ട് നമുക്ക് 1:3 അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇൻഡെക്സ് അതിൻ്റെ ഡേ ലോ ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മളുടെ സ്റ്റോക്കും നല്ലൊരു ഡൗൺ മൂവ് കാണിക്കുന്നുണ്ട്. സംഭവം 1:2 നീങ്ങുന്നു. വോളിയം സൈഡാണ് നമുക്കിവിടെ ഒരു പ്രശ്നം കാണിക്കുന്നത്. അതായത് 11 ലക്ഷം സെല്ലിംഗ് സൈഡ് കാണിക്കുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി കുറവാണ് ബൈയിങ് സൈഡ് കാണിക്കുന്നത്. ആക്ച്വലി ബൈയിങ് സൈഡ് കുറച്ച് കൂടുതൽ കാണിച്ചാൽ നമുക്കത് അഡ്വാൻറ്റേജ് ആണ്. ഇങ്ങനെ അത് കാണിക്കണം നിർബന്ധമൊന്നുമില്ല, എന്നാലും മാർക്കറ്റിന് വീഴാവുന്നതാണ്. ഇന്നത്തെ ഡേ ലോ വെച്ചേക്കുന്നത് ഇപ്പോൾ നമ്മളുടെ ഈ ക്യാൻഡലിൻ്റെ ലോ വരുന്നത് 257.27. നമ്മളുടെ 1:2 തൊട്ടടുത്തേക്ക് മാർക്കറ്റ് എത്തിയായിരുന്നു. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് വേണ്ടത് 1:3 ആണെന്ന് വേണ്ടത്. 1:1 ട്രയൽ ചെയ്തുകൊണ്ട് നമുക്കത് എടുക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ നമ്മളൊരു ഹ്യൂജ് ബൈയിങ് ക്യാൻഡിൽ പോലെ അത് വർക്ക് ചെയ്യുന്നത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ കാരണം കഴിഞ്ഞ ദിവസം ഈ ഒരു ഏരിയയിൽ വന്നപ്പോൾ മാർക്കറ്റ് നല്ലൊരു ഫോൾ തന്നതാണ്. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് പോലെ അത് ഇന്നലെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് മാർക്കറ്റ് തിരിച്ചു വന്നപ്പോൾ അവിടെ റെസിസ്റ്റൻസ് എടുത്തു. അപ്പോൾ ഇതേ ഏരിയയിൽ ഇന്നത് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഡേ ലോ ബ്രേക്ക് കൊടുത്താൽ മാത്രമേ ഈ സപ്പോർട്ട് ഇവിടെ ഇന്നത്തെ ദിവസം ബ്രേക്ക് ആവത്തുള്ളൂ. സോ ദാറ്റ് നമുക്ക് വേണമെങ്കിൽ 1:1 ഇപ്പോൾ ട്രയൽ ചെയ്യാം. അതല്ല എങ്കിൽ റിസ്ക് എടുത്തുകൊണ്ട് നമുക്ക് ഇത് ഹോൾഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ബ്രേക്ക് ഈവനിലേക്ക് ട്രയൽ ചെയ്തുകൊണ്ട് നമുക്ക് ഹോൾഡ് ചെയ്യാം. കാരണം ഇന്നിനി ലോസിലേക്ക് നമ്മൾ കൊടുക്കേണ്ട ആവശ്യം ഇല്ലാത്തതുകൊണ്ടാണ്. 259.30 നമ്മൾ തൽക്കാലം ട്രയൽ ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇന്ന് അതിലേക്ക് ട്രയൽ ചെയ്താൽ 259.30 ട്രയൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും അതും കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം. 259.30 നമ്മൾ ട്രയൽ ചെയ്തേക്കുന്നത്. നമുക്കൊരു 18 രൂപ ചാർജസ് എല്ലാം കൊടുത്തതിന് ശേഷം ഒരു 18 രൂപയുടെ പ്രോഫിറ്റ് കിട്ടും. സോ ദാറ്റ് ഇന്ന് നമ്മൾ ലോസിൽ പോകത്തില്ല. ഇനി ഇതിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ നമുക്കത് 1:1 ട്രയൽ ചെയ്യാം. എന്നിട്ട് 1:3 വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ സംഭവിക്കാൻ സാധ്യത ഉള്ളൊരു കാര്യം, ഇപ്പോൾ ഓർഡർ ഫ്ലോ ചാർട്ട് നോക്കുന്ന ആൾക്കാർക്ക് മാത്രം മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഇവിടെ നല്ല രീതിയിൽ ഒരു ബൈയിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് ക്യാൻഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു 120 വോളിയം കാണിച്ചെടുത്ത് ഇതൊരു 400+ വോളിയം കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇത് ഈ ടോപ്പിൽ സെല്ലിംഗ് വോളിയം വരാനും സാധ്യതയുണ്ട്. അത് നമുക്ക് എങ്ങനെ ഈ ക്യാൻഡിൽ കണ്ടുകൊണ്ടിരുന്നാൽ അത് മനസ്സിലാവത്തില്ല. അത് ഓർഡർ ഫ്ലോ ചാർട്ട് നോക്കുന്ന ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഹ്യൂജ് ബൈയിങ് ഇവിടെ നടന്നിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നാം. അതങ്ങനെയാണെന്ന് നിർബന്ധമില്ല എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഓക്കെ, നിഫ്റ്റി 50 ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ മൂവൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. അത് നല്ലൊരു കൺസോൾട്ടേഷനാണ് ആ ഏരിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നൊരു ഹ്യൂജ് ഫോളാണ് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളത്. ഈ ക്യാൻഡലിൻ്റെ അതേ പ്രൈസിൽ മാർക്കറ്റ് എത്തിയപ്പോൾ അവിടെ ഒരു സപ്പോർട്ട് മാർക്കറ്റിന് കിട്ടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ ദാറ്റ് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വന്ന് താഴത്തെ ഓർഡർ ബ്ലോക്കിൽ നിഫ്റ്റി 50 ഹിറ്റ് ചെയ്യുമെങ്കിൽ നമ്മളുടെ സ്റ്റോക്കിൽ നമുക്കൊരു പക്ഷേ 1:3 അച്ചീവ് ചെയ്യാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട്. എന്തായാലും നമുക്കതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ട്രയലിംഗ് അത് 1:1 ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ട്രേഡ് എക്സിറ്റ് ചെയ്തിട്ടുണ്ടാകുമായിരുന്നു. ഇനി അതങ്ങനെ ചെയ്യുന്നതായിരുന്നോ നല്ലത് അല്ലയോ എന്നുള്ളത് കുറച്ച് കഴിഞ്ഞേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാർക്കറ്റ് തിരികെ വന്ന് നമ്മുടെ ട്രയലും സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ചെയ്താൽ നമ്മൾ ബ്രേക്ക് ഈവനിൽ എക്സിറ്റായി പോകും. ഓക്കെ, നിഫ്റ്റി 50 നോക്കിക്കഴിഞ്ഞാൽ അതും ഇതുപോലെ തന്നെ നല്ലൊരു ക്യാൻഡിൽ ബുള്ളിഷായിട്ട് വെച്ചു. അതങ്ങനെ നിൽക്കുവാണ്. നമ്മൾ ഡോമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ 10 ലക്ഷം 9 ലക്ഷം ആ ഒരു റേഞ്ചിലേക്ക് വോളിയം എത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡും ഏകദേശം തുല്യം എന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇവിടെ മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് കയറുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരുപക്ഷെ ഇന്ന് ട്രയലും സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഈവനിൽ അടിച്ചു പോകാനും സാധ്യതയുണ്ട്. മാർക്കറ്റ് ഓൾറെഡി നമ്മളുടെ 1:2 ടച്ച് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് നമുക്ക് ട്രയലും സ്റ്റോപ്പ് ലോസ് കുറച്ചും കൂടെ ഒന്ന് പുതുക്കി വെക്കാമെന്ന് തോന്നുന്നു. അത് 1:1 നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റ് സ്ട്രക്ചർ അനുസരിച്ച് വെക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈയിൽ നമുക്ക് വെക്കാവുന്നതാണ് റെഡ് ക്യാൻഡലിൻ്റെ. അതായത്
258.75 ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് പുതുക്കാവുന്നതാണ്. 75 എന്നുള്ളപ്പോൾ നമുക്കൊരു 80ലേക്ക് പുതുക്കി വയ്ക്കാം. ഇവിടെ നമുക്കൊരു 80 വെച്ച് കൊടുക്കാം. അത് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 1:3 മാർക്കറ്റ് പോവുകയാണ്. കാരണം മാർക്കറ്റ് ഓൾറെഡി ഇന്നത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഡേ ലോ ഉണ്ടായിരുന്നത് 257 അപ്പോൾ 257 ബ്രേക്ക് ചെയ്തത് താഴത്തേക്ക് ഫോളോ ചെയ്യുന്നു. നിഫ്റ്റി 50യും ഡേ ലോ ബ്രേക്ക് വീണ്ടും കൊടുക്കുകയാണ്. സോ ദാറ്റ് 1:3 മൂവ് അതൊരു പക്ഷേ തന്നേക്കാം. എനിവേ നമ്മുടെ ട്രയലും സ്റ്റോപ്പ് ലോസ് ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ, ഇപ്പോൾ നടക്കുന്ന ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം അത് റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ അതിൻ്റെ ഹൈയിലേക്ക് 257.40 വേണമെങ്കിൽ വെക്കാവുന്നതാണ്. എന്തായാലും നമുക്ക് അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാം, എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. കാരണം ഇപ്പോഴാണെങ്കിലും നമുക്ക് ആ ഒരു ക്ഷമ അല്ലെങ്കിൽ ആ ഒരു ധൈര്യം അത് അത്രയ്ക്ക് അങ്ങോട്ട് 1:3 പോകുന്നവരെ വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഓൺലി ത്രൂ എക്സ്പീരിയൻസ് മാത്രം നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കഴിവാണത്. അതാണ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. സോ സമയം കൊടുത്തുകൊണ്ട് നമുക്കത് റെഡിയാക്കി എടുക്കാം. മാർക്കറ്റ് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി 50 നോക്കിക്കഴിഞ്ഞാൽ ഡേ ലോയിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നിരുന്നാലും ആ ഒരു ഫ്രീ ഫോൾ നമുക്കവിടെ കാണാൻ പറ്റുന്നില്ല. നമ്മുടെ സ്റ്റോക്കിലാണെങ്കിലും വലിയ രീതിയിലൊരു ക്യാൻഡിൽ മുകളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാൻ ഇത്രയും സമയം എടുത്തു എന്നുള്ളതാണ്. സോ ദാറ്റ് മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ഫേസ് എന്ന് പറയാം. ഡോമിലേക്ക് വന്നു കഴിഞ്ഞാൽ 11 ലക്ഷമാണ് സെല്ലേഴ്സിൻ്റെ സൈഡിൽ കാണാൻ പറ്റുന്നത്. 9 ലക്ഷം നമുക്ക് ബയേഴ്സിൻ്റെ സൈഡിലും കാണാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ് ആ ഡിഫറൻസ് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ ബയേഴ്സിൻ്റെ സൈഡിൽ വോളിയം ഇതുവരെ കൂടിയിട്ടില്ല. ദാറ്റ് മീൻസ് ഇതിനകത്ത് ട്രേഡേഴ്സിന് ഒരു സൈഡ് ഡയറക്ഷൻ ജഡ്ജ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് സാരം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ട്രയലും സ്റ്റോപ്പ് ലോസ് എന്തായാലും ഇപ്പോൾ മാറ്റുന്നില്ല, അതവിടെ തന്നെ കിടക്കട്ടെ. ടാർഗറ്റും രണ്ടും അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യാം. എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. മാർക്കറ്റ് അങ്ങനെ വീണ്ടും നമ്മളുടെ 1:1 ലെവലിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നിഫ്റ്റി 50 നോക്കിക്കഴിഞ്ഞാൽ കാര്യമായ മുകളിലേക്കുള്ള മൂവൊന്നും അത് കാണിക്കുന്നില്ല. ഡോമിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 10 ലക്ഷം 11 ലക്ഷം ആ ഒരു റേഞ്ചിലേക്ക് വോളിയം വന്നു തുടങ്ങുന്നുണ്ട്. സോ ദാറ്റ് നമ്മുടെ സൈഡിലേക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിങ്ങിന് ശേഷം മാർക്കറ്റ് വീണ്ടും തിരികെ വന്നേക്കാം എന്ന് തോന്നുന്നു. കഴിഞ്ഞ ക്യാൻഡിലിലെ വോളിയത്തെ അപേക്ഷിച്ച് ഏകദേശം ഇരട്ടി വോളിയത്തിലേക്ക് ഈ ഒരു ക്യാൻഡിൽ എത്തും എന്ന് തോന്നുന്നു. അപ്പോൾ താഴത്തേക്ക് പോകാനായിട്ട് തീരെ നിർവാഹമില്ല, ലിക്വിഡിറ്റി കിട്ടുന്നില്ല. സോ ദാറ്റ് ഇവിടെയുള്ള ഓർഡേഴ്സ് എല്ലാം എടുത്ത് പിന്നെ ഈ ഒരു ക്യാൻഡലിൻ്റെ ലോയും ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് ആ ഒരു ഫോൾ അത് കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് കൊള്ളാം. അങ്ങനെയൊക്കെ സംഭവിക്കുകയോ ഇല്ലയോ നമുക്കറിയത്തില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ 1 മിനിറ്റും കൂടെ. അങ്ങനെ വളരെ അധിക സമയത്തിന് ശേഷം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വോളിയം ഏകദേശം തുല്യം എന്ന അവസ്ഥയിലേക്കൊന്ന് കാണിച്ചിരുന്നു. രണ്ട് സൈഡും 11 ലക്ഷത്തിന് മേളിൽ നമ്മൾ കണ്ടു. അതായത് ഇപ്പോൾ ഏകദേശം ഒരു ഡയറക്ഷൻ മാർക്കറ്റിന് പിടികിട്ടുന്നു, ഇല്ലെങ്കിൽ ട്രേഡേഴ്സിന് പിടികിട്ടുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. അങ്ങനെയാണെങ്കിൽ ഡൗൺ സൈഡിലേക്കൊരു മൂവ് ആവാം അവർ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയത്തില്ല, നമുക്കത് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. ഫസ്റ്റ് 1 മിനിറ്റ് ക്യാൻഡലിൻ്റെ കളർ ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ക്ലോസ് ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നിഫ്റ്റി 50 നോക്കിക്കഴിഞ്ഞാൽ സെയിം അതിൻ്റെ ആ ഡയറക്ഷൻ കണ്ടിന്യൂ ചെയ്യുവാണ്. ഡൗൺ സൈഡ് മൂവാണ് കാണുന്നത്. വീണ്ടും ഡേ ലോ ഒരു ബ്രേക്കിനത് പോകുവാണ്. നമ്മുടെ സ്റ്റോക്കും അതേ വഴി തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്യാൻഡലിൻ്റെ ക്ലോസിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയിലേക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നിഫ്റ്റി 50 വീണ്ടും അതിൻ്റെ ഡേ ലോ ബ്രേക്ക് ചെയ്ത് ഓർഡർ ബ്ലോക്കിലേക്കുള്ള ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് ഹിറ്റ് ചെയ്യുന്ന പ്രതീക്ഷ തരുവാണ്. നമ്മുടെ സ്റ്റോക്കും താഴത്തേക്ക് തന്നെയുള്ള ഡയറക്ഷൻ കാണിക്കുന്നു.
വോളിയം സൈഡ് നോക്കിക്കഴിഞ്ഞാലും ഏകദേശം തുല്യം വോളിയത്തിലേക്ക് മാർക്കറ്റ് എത്തുന്നു. അങ്ങനെ വോളിയം സൈഡ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 11 ലക്ഷത്തിന് മുകളിലേക്ക് ബൈയിങ് സൈഡും 10 ലക്ഷത്തിലേക്ക് സെല്ലിങ് സൈഡും വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ബൈയിങ് സൈഡിൽ വോളിയം കൂടുതൽ കാണിച്ചു തുടങ്ങിയിരിക്കുന്നത്. സോ മാർക്കറ്റ് അതിൻ്റെ ഡയറക്ഷൻ ജഡ്ജ് ചെയ്തു എന്ന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ ട്രailing സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഹിറ്റ് ചെയ്യുമോ എന്നതുള്ളതാണ് നമ്മളുടെ അടുത്ത പ്രശ്നം. പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈയിലേക്ക് മാർക്കറ്റ് പോവുകയാണ്. 58.30 പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈയിൽ മാർക്കറ്റിന് നല്ല ലിക്വിഡിറ്റി കിട്ടുകയാണെങ്കിൽ അത് ഡൗൺ സൈഡ് മൂവ് കണ്ടിന്യൂ ചെയ്തേക്കാം. ഒപ്പം തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ ട്രailing സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്താണ് മാർക്കറ്റ് ഉള്ളത്. അതാണ് നമ്മളെ ബാധിക്കുന്ന പ്രശ്നം. നെക്സ്റ്റ് 1ലേക്ക് മാർക്കറ്റ് വീണ്ടും ഹിറ്റ് ചെയ്യുന്നു. ട്രailing സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളവിടെ വെച്ച് നമ്മുടെ ഇന്നത്തെ ട്രേഡ് കഴിഞ്ഞു. അതല്ല എങ്കിൽ 1:3ലേക്ക് മാർക്കറ്റ് പോയാൽ നമുക്ക് നല്ലതാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. വേറെ പ്രത്യേകിച്ച് ഒന്നും ഇപ്പോൾ ചെയ്യാനില്ല. കുറച്ച് നേരത്തേക്ക് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് നമ്മളുടെ ട്രailing സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്തേക്ക് ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആയേക്കാം. ഈ ക്യാൻഡിൽ നമ്മളുടെ ട്രailing സ്റ്റോപ്പ് ലോസിൻ്റെ 20 പൈസ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി വെയിറ്റ് ചെയ്യാം. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. മാർക്കറ്റ് താഴത്തേക്ക് നല്ല പുഷ് വരുന്നുണ്ട്. പ്രീവിയസ് ക്യാൻഡലിൻ്റെ വോളിയത്തെ മറികടന്നുകൊണ്ട് വോളിയം വന്നിട്ടുണ്ട്. അവിടെ പക്ഷേ ബൈയിങ് ആണോ സെല്ലിംഗ് ആണോ നടക്കുന്നത് നമുക്കറിയത്തില്ല. പ്രൈസ് താഴത്തേക്കാണ് പോകുന്നത് എന്നത് ആശ്വാസമുള്ള കാര്യമാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇനി 1 മിനിറ്റ് കൂടി. ആ ക്യാൻഡിൽ അങ്ങനെ ഒരു ക്ലോസിങ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് 1 മിനിറ്റ് നമ്മൾ ഈ ക്യാൻഡിലിൽ മുകളിലേക്ക് കൂടുതൽ സമയം കണ്ടാൽ എന്തായാലും ആ ക്യാൻഡിൽ താഴത്തേക്ക് തന്നെ പോരുവാണ്. നമ്മൾ പറഞ്ഞ പോലെ റെഡാണ് നമുക്ക് വേണ്ടത്. ആ റെഡ് ക്യാൻഡിലായി മാറുന്ന ലക്ഷണമാണ് കാണിക്കുന്നത്. ഈ ക്യാൻഡിൽ റെഡ് ക്യാൻഡിലായിട്ട് അവസാനിച്ചാൽ നമ്മളുടെ ട്രailing സ്റ്റോപ്പ് ലോസ് നമ്മൾ 1:1ലേക്ക് ചെയ്യാവുന്നതാണ്. നിഫ്റ്റി 50 അഗെയിൻ അതിൻ്റെ ഡേ ലോയിലാണോ ഉള്ളത്. അത് താഴത്തേക്ക് നല്ലൊരു ഫോളിന് തയ്യാറെടുക്കുകയാവാം. വോളിയം സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം തുല്യമായ അവസ്ഥയിൽ നിലനിൽക്കുകയാണ്. ഓക്കെ, പ്രീവിയസ് ക്യാൻഡിൽ ലോയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴത്തേക്ക് നമ്മുടെ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നുണ്ട്. നല്ല കാര്യം. നിഫ്റ്റി 50 നല്ലൊരു ഫോള് തന്നാൽ കാര്യങ്ങൾ എളുപ്പമായി. മാർക്കറ്റ് വീണ്ടും നമ്മുടെ ട്രailing സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ഈ ക്യാൻഡലും എത്തിയിരുന്നു. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കതൊന്ന് കണ്ടേക്കാം. അങ്ങനെ പ്രീവിയസ് ക്യാൻഡിൽ റെഡായിട്ട് അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് തോന്നുന്നു നമ്മുടെ ട്രailing സ്റ്റോപ്പ് ലോസ് തട്ടിപ്പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തോന്നുന്നത്. അറിയത്തില്ല, എന്തായാലും വെയിറ്റ് ചെയ്യാം. എന്ത് തന്നെ സംഭവിച്ചാലും നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല.
ഇന്ന് എന്തായാലും ലോസ് പോവില്ല എന്നതാണ് ഇന്നത്തെ ആശ്വാസം. മാർക്കറ്റ് ഡെപ്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡും തുല്യമായി കാണിക്കുന്നുണ്ട് ഇപ്പോൾ. സോ ദാറ്റ് മാർക്കറ്റ് ഏത് സൈഡിലേക്കും ഇനിയും മൂവ് ചെയ്യാം. എനിവേ വെയിറ്റ് ചെയ്യുക മാത്രമേ നമ്മുടെ മുന്നിൽ ഒരു മാർഗ്ഗമുള്ളൂ. മാർക്കറ്റ് വീണ്ടും നമ്മളുടെ സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്ത്. മിക്കവാറും ആ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള എല്ലാ സാധ്യതകളുമാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. അറ്റ് ദ സെയിം ടൈം നിഫ്റ്റി 50 നോക്കിക്കഴിഞ്ഞാൽ അതും ഒരു തിരിച്ചുവരവാണ് കാണിക്കുന്നത്. മാർക്കറ്റ് ഡെപ്ത് ഇപ്പോൾ ബൈയിങ് സൈഡ് കുറച്ച് കൂടുതൽ വോളിയം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. മാർക്കറ്റ് താഴത്തേക്ക് തന്നെ ഫോൾ ചെയ്തേക്കാം, പക്ഷേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്തതിന് ശേഷമാവാം ഇതെല്ലാം സംഭവിക്കുക എന്നുള്ളതാണ് വേറൊരു കോമഡി. എന്തായാലും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, എന്ത് സംഭവിച്ചാലും കണ്ടുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് കയറ്റി വെക്കാനൊന്നും സ്പേസ് ഇല്ല. മാർക്കറ്റ് അങ്ങനെ തൊട്ട് അടുത്തെത്തിയിട്ടുണ്ട്. ഇന്ന് ഭയങ്കര ലിക്വിഡിറ്റി ഉണ്ട്. ഓരോ പൈസയ്ക്കും മാർക്കറ്റിൽ ബയേഴ്സും സെല്ലേഴ്സും ഉണ്ട്. സോ ദാറ്റ് ഇനിയും അത് ഹിറ്റ് ചെയ്യും എന്നുറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ പരിപാടി അതോടുകൂടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ടാർഗറ്റ് ഓർഡർ ഇട്ടേച്ചത് എക്സിറ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ജസ്റ്റ് പ്രോഫിറ്റിൽ നമ്മൾ അവസാനിച്ചിട്ടുണ്ട്. 75 രൂപ പ്രോഫിറ്റ്. ഇനി അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ പണി കഴിഞ്ഞു. അപ്പോൾ ഒരു 75.65 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഷോർട്ട് സെല്ലായിരുന്നു. പ്രോഫിറ്റ് കൗണ്ട് ഒരെണ്ണം കൂടെ കൂടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 0.5% ആണ്. ഇവിടെ റിസ്ക് റിവാർഡ് 1:1 എന്ന് നമുക്ക് തൽക്കാലം കൊടുക്കാം. അച്ചീവ് ചെയ്തിരുന്നത് ഇതുവരെ 1:2 ആണ്. അത് കൂടുതൽ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് അടയാളപ്പെടുത്തി വയ്ക്കാം. അപ്പോൾ ഇത്രയാണ് സംഭവിച്ചേക്കുന്നത്. നമ്മളിതുവരെ 4 എന്നുള്ളത് 5 പ്രോഫിറ്റും 3 ലോസുമായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ ടോട്ടൽ 15 പ്രോഫിറ്റും 7 ലോസുമായിട്ട് മാറിയിട്ടുണ്ട്. സ്റ്റിൽ കുഴപ്പമില്ല, നമ്മൾ ഈ റിസ്ക് അങ്ങ് എടുത്തതാണ്. കാരണം 1:2 വേണമെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാമായിരുന്നു. അത് നമ്മൾ എടുത്തില്ല. ഹ്യൂജ് മൂവിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ തന്നെ ആ മൂവുകൾ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. സോ ദാറ്റ് ഈ മാസം എന്തായാലും നമ്മൾ 324 രൂപ നെറ്റ് പ്രോഫിറ്റിലാണ്. കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നതിൻ്റെ അടുത്ത് തന്നെ ഈ മാസം ഇനിയും ദിവസങ്ങളുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന മറ്റ് സ്റ്റോക്കുകൾ എന്ത് സംഭവിച്ചു, ഓർഡർ ബ്ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ. ഇവിടെ രണ്ട് സൈഡിലും ഇതുപോയി ഹിറ്റ് ചെയ്തിട്ടില്ല. സോ ദാറ്റ് നമ്മൾ പറഞ്ഞ കൺഫ്യൂഷൻ ഉണ്ട്. അതായത് ഇവിടെ ഓർഡർ ബ്ലോക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നതിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാകുന്നില്ല. ഇനി വിപ്രോയിൽ നോക്കിക്കഴിഞ്ഞാൽ താഴത്തെ ഓർഡർ ബ്ലോക്ക് ഹിറ്റ് ചെയ്തു, അത് റിവേഴ്സ് ചെയ്തു മുകളിലേക്ക് വരുവാണ്. ഇത് ഓൾറെഡി എന്താ പറയുന്നത്, അപ് ട്രെൻഡിൽ മൂവ് ചെയ്തുകൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഡൗൺ ട്രെൻഡ് കാണിച്ചുകൊണ്ടിരുന്നത്. അത് തിരിച്ചു വരുവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്ത് താഴത്തുനിന്ന് ഓർഡർ എടുക്കുകയാണെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മുകളിലേക്ക് അത് 1.5 അതായത് 1:3 ഓൾറെഡി അത് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് അതിനകത്ത് നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടുമായിരുന്നു. ഇനിയുള്ളത് NTPCയിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാം, ഇത് ഈ ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് പോയി ഹിറ്റ് ചെയ്തു, അതിനുശേഷം അത് കൺസോളിഡേറ്റ് ചെയ്യുന്ന കാഴ്ചയാണ്. അപ്പോൾ ഒരു റിവേഴ്സൽ എൻട്രി എടുത്തിട്ടുള്ള ഒരാൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആൾക്ക് എഡ്ജിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഓൾറെഡി ട്രിഗർ ആയിട്ടുണ്ടാവും. അതല്ല ഈ ഓർഡർ ബ്ലോക്കിനുള്ളിലാണ് ആൾ എൻട്രി എടുക്കുന്നതെങ്കിൽ അയാളിപ്പോൾ ട്രേഡിലുണ്ടാവും, പക്ഷേ
മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓർഡർ ബ്ലോക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഓർഡർ ബ്ലോക്കും വർക്ക് ചെയ്തു, ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി യു പിയിൽ നോക്കിക്കഴിഞ്ഞാൽ മുകളിലേക്ക് വന്ന് ഓർഡർ ബ്ലോക്ക് ഹിറ്റ് ചെയ്തു, അവിടുന്ന് റിവേഴ്സായി. അപ്പോൾ ആ റിവേഴ്സൽ എൻട്രി എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് റിവേഴ്സൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ 0.5 സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല, താഴത്തെ ഓർഡർ ബ്ലോക്ക് വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 1:3 യു പി എല്ലിൽ വർക്ക് ചെയ്ത ആൾക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡിലെ ഓർഡർ ബ്ലോക്കും അത് കൃത്യമായി ഇന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടായിരുന്നു, കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല. താഴത്താണെങ്കിലും അങ്ങനെ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉള്ളതിൽ നമ്മൾ ട്രേഡ് ചെയ്യാതിരുന്നാൽ മതി. കൃത്യമായി കാണാൻ പറ്റുന്ന ഒരു സ്റ്റോക്കിൽ നമ്മൾ ട്രേഡ് എടുത്താൽ മതി. ടാറ്റ മോട്ടോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്തു, മുകളിൽ പോയി, അത് പിന്നെ താഴത്തേക്ക്. ഇതൊരു സത്യം പറഞ്ഞാൽ കൺഫ്യൂസിങ് ആയിരുന്നു, കാരണം ഇന്നലെ ഈ ഒരു മൂവിൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് ഒന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഒപ്പം തന്നെ താഴത്തുള്ള ഓർഡർ ബ്ലോക്ക് ഇതായിരുന്നു, ഇത് ഓപ്പൺ ചെയ്ത് ഇവിടെ നിന്നാണ്. അപ്പോൾ റിവേഴ്സൽ എൻട്രീസ് ഇതിനകത്ത് എടുത്താൽ എന്തായാലും ഇന്ന് സ്റ്റോപ്പ് ലോസ് അടിക്കുമായിരുന്നു. അപ്പോൾ താഴത്തേക്കുള്ള ഓർഡർ ബ്ലോക്കായിട്ട് നമ്മൾ കണ്ടത് ഇതാണ്, പക്ഷേ ഇന്നത് അതിനെ മാനിച്ചിട്ടില്ല, അത് നല്ല അപ് ട്രെൻഡിലാണുള്ളത്. എസ് ബി ഐ ലൈഫും ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ഓർഡർ ബ്ലോക്കിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സൈഡിലേക്ക് എടുത്താലും ഒരു പക്ഷേ ഒരാൾക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാവുന്ന രീതിയിലാണ് അത് ഇന്ന് ബിഹേവ് ചെയ്തിട്ടുള്ളത്. ഒപ്പം ഭാരതി എയർടെൽ വളരെ കൃത്യമായ രീതിയിൽ വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഏരിയാസ് എല്ലാം കറക്റ്റാണ്. ഇവിടുന്ന് ഒരു റിവേഴ്സൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടില്ല. നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് താഴത്തേക്ക് 1:1 വരത്തുള്ളൂ, പക്ഷേ അതിലേക്ക് എത്തിയിട്ടുമില്ല. അപ്പോൾ അതങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യുവാണ്. അദാനി എൻ്റർപ്രൈസ് അത് താഴത്താണ് ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നത്. ഇവിടുത്തെ ഈ ഒരു ഏരിയ സപ്പോർട്ടായിട്ട് എടുത്ത് അവിടുന്ന് ബ്രേക്ക് ചെയ്ത് പോവുകയാണ്. ഈ ഒരു ഓർഡർ ബ്ലോക്കിന് ബ്രേക്ക് ചെയ്ത് അത് കണ്ടിന്യൂസ് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഇതിനകത്ത് എങ്ങനെ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം നമുക്ക് എൻട്രി എടുക്കുന്ന ബുദ്ധിമുട്ടാണ്. ഇനി ബജാജ് ആട്ടോ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്നൊരു ഏരിയയാണ്. ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു. അതിന് മുന്നേ തന്നെ ഇത് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ മുകളിലേക്ക് ഹിറ്റ് തന്നു. അതിന് ശേഷം അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയ ഓർഡർ ബ്ലോക്ക് കുറച്ചും കൂടെ ഷാർപ്പൻ ചെയ്യേണ്ടതായിരുന്നു. കാരണം ഇത് താഴത്തേക്ക് വലിച്ച് ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ കട്ട് ചെയ്ത ഭാഗത്ത് വെച്ചാൽ അത് കറക്റ്റാണ്. ഇന്നും അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടുന്ന് എൻട്രി എടുത്തിരുന്ന ഒരാളാണെങ്കിൽ റിവേഴ്സൽ എൻട്രി കൃത്യമായിട്ട് 0.5% സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ ടാർഗറ്റിലേക്ക് 1:5, അതായത് 1:3 റിസ്ക് റിവാർഡ് അതും കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ ടോട്ടൽ നമ്മൾ ചെയ്തതിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ. സോ ദാറ്റ് ഇതിവിടെ പോയി ഹിറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു റിവേഴ്സൽ താഴത്തേക്ക് തന്നെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.